പ്രിയ സ്നേഹിതരെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നമുക്ക് അവരെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. അവർക്ക് ഇത്രത്തോളം വിദ്യാഭ്യാസം എനിക്ക് കൊടുക്കാൻ സാധിക്കണം, അവർ ഇത്രത്തോളം പഠിച്ച് ഒരു നിലവാരത്തിലെത്തിയാൽ ഇന്ന പോലുള്ള ജോലികൾ ചെയ്യുവാൻ അവർക്ക് സാധിക്കുമല്ലോ എന്ന് കരുതി നമ്മളെ കൊണ്ടാവുന്നിടത്തോളം നമ്മൾ അധ്വാനിച്ച് അവർക്ക് വേണ്ടിയുള്ള വഴികളൊക്കെ കരുതുന്നു. അങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നു. എന്നാൽ ചില മാതാപിതാക്കൾക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ അധ്വാനിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതാൻ കഴിയാറില്ല. എന്നാൽ ഇതിനൊക്കെ അടിസ്ഥാനമായിരിക്കുന്നത് നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിത്തം കഴിഞ്ഞ് ഒരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകേണ്ട വരുമാനവും അന്നത്തെ ചെലവും ഒക്കെ നോക്കിയിട്ട് ഒരു മാന്യമായി, അല്ലെങ്കിൽ നമ്മളെക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചാണ് നാം ഈ കണക്കൂട്ടലുകളൊക്കെ നടത്തുന്നത്. നാളെക്കുറിച്ചും അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഒരു ചിന്താഭാരം നമുക്ക് ഉണ്ടോ? ചിന്ത ഉണ്ടായിരിക്കണം. അതൊരു ഭാരമായി നമ്മുടെ ഓരോ ദിവസത്തെ ചിന്തകളിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചും നാളെക്കുറിച്ചൊക്കെ ചിന്തയുണ്ടെങ്കിൽ അത് ഓരോ ദിവസവും വലിയ ഭാരമായി വർദ്ധിച്ചു വരുവാനിടയായിത്തീരും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ രോഗികളായവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചിന്താകുലം കുറച്ചുകൂടി വർദ്ധിക്കും, ഇല്ലേ? എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ സഹായിപ്പാൻ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ചിന്തകളും ചിന്താഭാരങ്ങളും ഇറക്കി വയ്ക്കുവാൻ നമ്മൾ ശ്രമിക്കണം. കാരണം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ദൈവം നമ്മളോടെല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇങ്ങനെ ഒരു വാക്യം ഇരിക്കും. ഇനി വേറൊരു വാക്യം കൂടെ പറയാം, നിങ്ങളുടെ സകല ഭാരവും നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, നിങ്ങൾക്ക് പ്രയാസമായുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരും. ഇങ്ങനെ വിവിധ തരത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന ആകുല ചിന്തകൾ ഉളവാക്കുന്ന വിഷയങ്ങൾ ദൈവത്തിനടുക്കൽ കൊണ്ടുവരാൻ ദൈവം വളരെ ആവശ്യപ്പെടുന്നുണ്ട്, വളരെ നിർബന്ധമായി നമ്മളോട് പറയുകയാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട്, ദൈവമേ എനിക്ക് ഇന്ന വിഷയം അതൊരു ഭാരമായിരിക്കുന്നു, ഞാൻ ചിന്തിക്കുമ്പോൾ അതിന് എത്തും പിടിയും കിട്ടുന്നില്ല, അതിന് എവിടെ വരെ ഞാൻ അധ്വാനിക്കണം, എന്തായിത്തീരും എന്നൊക്കെയുള്ള ചിന്താകുലം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പറഞ്ഞു എന്നിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറയുക, ദൈവമേ ഈ കാര്യം ഞാൻ ദൈവത്തിന് വിട്ടുതരിക, ദൈവം അതിന് വേണ്ട വഴികളും ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കി തരണം എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു എന്നിരിക്കട്ടെ. പ്രാർത്ഥന കഴിഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തോട് പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തേച്ച് അടുത്ത നിമിഷം മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ പിന്നെയും ഈ ചിന്ത, നാളെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയണം എന്നറിയാമോ? ഞാൻ ഈ ചിന്ത, ഭാരം വരുത്തുന്ന ഈ ചിന്ത ഇന്നലെ അല്ലെങ്കിൽ കുറച്ചു മുൻപ് ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു എന്ന് പറയാൻ കഴിയുമോ? അതോ ഞാൻ കൊടുത്തു, പക്ഷേ ദൈവം അത് ചെയ്തു തരുമോ? എന്താ ഉറപ്പ്? ദൈവം അത് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് പോലെയുള്ള പ്രശ്ന പരിഹാരം, ഭാരം മാറിക്കിട്ടുന്ന സാഹചര്യങ്ങളും വഴികളും ദൈവം ഒരുക്കും എന്ന് എന്താ ഒരു ഉറപ്പ് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പിന്നെയും ആ ചിന്തകൾ വരുമ്പോൾ പിന്നെയും ഭാരം നമ്മുടെ മുകളിൽ വരുന്നത് പോലെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നുവെങ്കിൽ, നിങ്ങൾക്ക് പ്രയാസമുള്ളത് എൻ്റെ അടുത്ത് കൊണ്ടുവരുവീൻ, നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുവീൻ, നിങ്ങൾക്ക് ഭാരമായിരിക്കുന്നത് എൻ്റെ അടുക്കൽ കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് പറഞ്ഞേച്ച് പിന്നെയും എന്ത് ചെയ്യുന്നു? നമ്മൾ പിന്നെയും ചിന്തിച്ച് ഭാരപ്പെടുകയാണ്, നമ്മൾ വ്യാകുലപ്പെടുകയാണ്. അപ്പോൾ ഇതിന് ഉദാഹരണം ചിന്തിച്ചാൽ, എന്നെ സഹായിക്കാൻ എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നോടൊപ്പം ഉണ്ടെന്നിരിക്കട്ടെ.
ഞാൻ അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് പറയുക, ജ്യേഷ്ഠ ഇന്നുപോലെ ഒരു വിഷയമുണ്ട്, ആ കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാകാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ പറയുക, ശരി അനിയ, ഞാൻ നിന്നെ സഹായിക്കാം, ആ കാര്യത്തിൽ നീ എനിക്ക് വിട്ടുതാ എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തോളാം എന്നൊരു വാക്ക് ജ്യേഷ്ഠൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ ജ്യേഷ്ഠനോട് വിവരം പറഞ്ഞു, അവൻ ചെയ്തു തരും. ഇനി ജ്യേഷ്ഠനത് ചെയ്യുമോ ഇല്ലയോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഒരു പക്ഷേ എൻ്റെ ജ്യേഷ്ഠനത് ചെയ്യാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതുപോലെയാണ് നാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൊടുത്തേച്ച് ദൈവം അത് ചെയ്യുമോ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഫലം ഉണ്ടാകാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുമോ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ പറയുന്നുവെങ്കിൽ അതിനർത്ഥം ദൈവത്തിൻ്റെ കഴിവിനെക്കുറിച്ചും ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വഴികളെക്കുറിച്ചും നമുക്ക് സംശയമുണ്ടെന്നാണ്. അതുകൊണ്ട് നമുക്ക് ഭാരമിറക്കി വെക്കുന്ന ഒരു അനുഭവം ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ട് സമാധാനമായിരിക്കുക. ദൈവമേ, അങ്ങയുടെ പ്ലാൻ അനുസരിച്ച് അങ്ങയുടെ സമയത്ത് അങ്ങയുടെ ഹിതപ്രകാരം എൻ്റെ ഈ വിഷയത്തിന് ക്രമീകരണം ഉണ്ടാക്കി തരുവാൻ ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനത്തോടെ ഇരിപ്പാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ഒരു ശ്രമം നടത്തി നോക്കാമോ? അങ്ങനെ എങ്ങനെയാണ് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതെന്നും വരും ദിവസങ്ങൾ പിന്നെയും നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.